നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 393rd day. Today 83rd sloka of 5th chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 393 ദിവസം. ഇന്ന് 5ാമത്തെ അധ്യായത്തിലെ 83ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേച്ചു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 5ാമത്തെ അധ്യായത്തിലെ 83ാമത്തെ ശ്ലോകം. തദ്ഗ്രാമേയേ സ്ഥിതാ ജീവാ ആശ്വച്ഛണ്ഡാളജാതയാ വിമാനേ സ്ഥാപിതാ തേഭി ഗോകർണകൃപയാ തഥാ. തദ്ഗ്രാമേയേ സ്ഥിതാ ജീവാ ആശ്വച്ഛണ്ഡാളജാതയാ വിമാനേ സ്ഥാപിതാ ദേവി ഗോകർണകൃപയാ തഥാ. ഓം തത്സത്. ആ ഗ്രാമത്തിൽ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരെയും, ചണ്ടാളന്മാരും ശബന്മാരും ആയിട്ടുള്ള എല്ലാവരും, ജാതി മതഭേദമന്യേ എല്ലാവരെയും, ആ എല്ലാ ജീവന്മാരെയും ആ വിമാനത്തിൽ ശ്രീഹരി കയറ്റി. അതിന് കാരണം എന്തെന്നാൽ ഗോകർണനോടുള്ള കൃപ. ഗോകർണൻ അത്രയും മഹത്തായ മനുഷ്യനാണ്. എല്ലാവർക്കും നന്മ ചെയ്യുവാൻ വേണ്ടിയുള്ള ഉദ്ദേശത്തോടു കൂടി പ്രേതത്തെ പോലും മുക്തി നൽകുവാൻ, അത്രയും ദുഷ്ടനായിട്ടുള്ള ആ പ്രേതത്തെ പോലും മുക്തി നൽകുവാനായിട്ട് വേണ്ടി ശ്രമിച്ച ആ ഗോകർണൻ സപ്താഹം ഒരു പ്രാവശ്യമല്ല 2 പ്രാവശ്യം തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി നടത്തി. അങ്ങനെയുള്ള ആ ഗോകർണനോടുള്ള കൃപാധിക്യം നിമിത്തം ആ ഗ്രാമത്തിലുള്ള സർവ്വജനങ്ങളെയും, ജാതി ഭേദമന്യേ, ചണ്ടാളന്മാരെല്ലാം തങ്ങളുടെ ദുഷ്പ്രവൃത്തി കാരണം ആ ജാതിയിൽ ജനിക്കുന്നതാണ്. അങ്ങനെയുള്ള ദുഷ്പ്രവൃത്തി ചെയ്തവരെ പോലും ഭഗവാൻ ശ്രീഹരി തന്നെ ആ ശ്രീഹരിയുടെ വിമാനത്തിൽ കയറ്റി വൈകുണ്ഠത്തിലേക്ക് അവർക്കെല്ലാവർക്കും മോക്ഷം നൽകി. ജനന മരണ ദുഃഖങ്ങളിൽ നിന്നും അവർക്കെല്ലാം മോചനം നൽകി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഭഗവാന്റെ കാരുണ്യം അത്രമാത്രമാണ്. ഒരു ഗ്രാമത്തിൽ ഒരു മഹത്തുണ്ടായാൽ, ഒരു മഹാത്മാവുണ്ടായാൽ, ആ മഹാത്മാവിനോടുള്ള കൃപ നിമിത്തം ആ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും മോക്ഷമുണ്ടാകും എന്നാണ് ഈ ശ്ലോകത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഭാഗവതം കേട്ട് അവിടെ തന്നെ ഇരുന്ന, ശ്രദ്ധയോടുകൂടി ഭാഗവതം കേട്ട എല്ലാവരെയും ഹരിസ്വരൂപികളാക്കി തീർത്തു. അതല്ലാതെ അവിടെയുണ്ടായിരുന്ന ആ ഗ്രാമത്തിലുണ്ടായിരുന്ന സർവ്വജനങ്ങൾക്കും മോക്ഷം നൽകി എന്നാണ് പറയുന്നത്. മഹാത്മാക്കൾ ഒരു നാട്ടിലോ ഒരു ദേശത്തിലോ ഉണ്ടായാൽ ആ ദേശത്തിന് മുഴുവൻ നന്മയുണ്ടാകും എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. തദ്ഗ്രാമേ സ്ഥിതാ ജീവാ ആശ്വച്ഛണ്ഡാളജാതയാ വിമാനേ സ്ഥാപിതാ തേഭി ഗോകർണകൃപയാ തഥാ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.